ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഷടാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാദം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ദേവീ മാഹാത്മ്യ തരംഗിണി പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 20-ാം തരംഗമാണ് തോന്നുന്നു, 20-ാം എപ്പിസോഡാണ് തോന്നുന്നു ഈ ക്ലാസ്സുകളുടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. ദുർഗാ സപ്തശ്ലോകി ചൊല്ലാം. ഓം
ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായാ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണികാ ത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രജാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമശ്ചണ്ഡികായൈ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നാരായണ നാരായണ. ഇപ്പോൾ നമ്മൾ ദേവീ മാഹാത്മ്യ പാരായണത്തിൻ്റെ പൂർവാംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ത്രയാംഗപൂർവകമായിട്ടുള്ള പാരായണത്തിൽ കവചസ്തോത്രം, അർഗളാസ്തോത്രം, കീലകസ്തോത്രം, ഇതാണ് ത്രയാംഗങ്ങൾ, ആ ക്രമം. അപ്പോൾ അതിൽ കവചസ്തോത്രം പാരായണം ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. അതിൻ്റെ ഒരു സാമാന്യ അർത്ഥവും കണ്ടു. ആ ഭാവനയോടുകൂടി പാരായണം ചെയ്ത് ശീലിക്കുക. അതുപോലെ അർഗളാസ്തോത്രം, അതും നമ്മൾ ഇന്നലെ ഓടിച്ച് കണ്ടു. ദേവിയോടുള്ളതായിട്ടുള്ള പ്രാർത്ഥന, ചണ്ഡികാദേവിയോടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ്. വിവിധ ഭാവങ്ങളിലുള്ള ദേവിയെ സംബോധന ചെയ്തുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടത് തന്നെയാണ് അതെല്ലാം. പിന്നെ എന്താണ് ആത്യന്തികമായിട്ടുള്ള രൂപം, ആത്യന്തികമായിട്ടുള്ള ജയം, ആത്യന്തികമായിട്ടുള്ള യശസ്? ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്നും തിരിച്ചറിയുക. അപ്പം ഇതൊക്കെ നശിപ്പിച്ച്, ഈ ശത്രുക്കളെ നശിപ്പിച്ച് ആ എന്താ പറയുക, ദേവീ സായുജ്യം തന്നെയാണ് ആ രൂപം ദേഹി, ജയം ദേഹി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരമാർത്ഥികമായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് അംഗങ്ങളെ നമ്മൾ സാമാന്യമായി കണ്ടു. ഇനി മൂന്നാമത്തെ അംഗമാണ് കീലക സ്തോത്രം. അപ്പോൾ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം ഈ കീലക സ്തോത്രം ഒന്ന് ചൊല്ലാം. വളരെ ചെറുതാണ്, 14 ശ്ലോകങ്ങളേ ഉള്ളൂ കീലക സ്തോത്രത്തിൽ. നോക്കാം. ശരിക്കും കവചസ്തോത്രം 56 ശ്ലോകങ്ങളായിരുന്നതിൻ്റെ പകുതിയായി അർഗളാ സ്തോത്രത്തിൽ 28, അതിൻ്റെയും പകുതിയായി 14 കീലക സ്തോത്രത്തിലേക്ക് വരുമ്പോൾ
ഓം നമശ്ചണ്ഡികായൈ. അഥ കീലകസ്തോത്രം. അസ്യ ശ്രീകീലകസ്തോത്രമഹാമന്ത്രസ്യ വിശുദ്ധജ്ഞാനഋഷിഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീചണ്ഡികാ ദേവതാ. ക്ലാം ബീജം ക്ലീം ശക്തിഃ ക്ലൂം കീലകം. ശ്രീചണ്ഡികാ പ്രസാദസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം. ശോണപ്രഭം സോമകലാവദംസം പാണിസ്ഫുരത്പഞ്ചശരേക്ഷുചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രയസ്തം കുലദൈവതം നഃ. ഋഷിരുവാച. വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദീ ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തിനിമിത്തായ നമഃ സോമാർദ്ദധാരിണേ. സർവമേതദ് വിജാനീയാത് മന്ത്രാണാമഭികീലകം സോഭിക്ഷേമമവാപ്നോതി സതതം ജപതൽപരഃ. സിദ്ധ്യന്ത്യുച്ചാടനാദീനി വസ്തൂനി സകലാന്യപി ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ന മന്ത്രോ നൗഷധം തത്ര ന കിഞ്ചിദഭിവിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാദികം. സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകസംഗാമിമാം ഹരഃ. കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിദം ശുഭം. സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസഃ. സമാപ്തിർന ച പുണ്യസ്യ താം യഥാവന്നിയന്ത്രണാം. സോഭിക്ഷേമമവാപ്നോതി സർവമേവ ന സംശയഃ. കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിതഃ. ദദാതി പ്രതിഗൃഹാതി നാന്യദൈഷാ പ്രസീദതി. ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം. യോ നിഷ്കീലാം വിധായൈനാം നിത്യം ജപതി സംസ്ഫുടം സസിദ്ധഃ സഗണഃ സോപി ഗന്ധർവോ ജായത്തെ വനേ. ന ചൈവാപ്യടതസ്തസ്യ ഭയം ക്വാപീഹ ജായത്തെ നാപമൃത്യുവശം യാതി മൃതോ മോക്ഷമവാപ്നുയാത്. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീത ഹ്യകുർവാണോ വിനശ്യതി. തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യത്തെ ബുധൈഃ. സൗഭാഗ്യാദി ച യത്കിഞ്ചിത് ദൃശ്യത്തെ ലലനാജനേ തത്സർവം തത്പ്രസാദേന തേന ജാപ്യമിദം ശുഭം. ശനൈസ്തു ജപ്യമാനേऽസ്മിൻ സ്തോത്രേ സമ്പത്തിരുച്ചകൈഃ. ഭവത്യേവ സമഗ്രാപി തതഃ പ്രാരഭ്യമേവ തത്. ഐശ്വര്യം യത്പ്രസാദേന സൗഭാഗ്യാരോഗ്യസമ്പദഃ. ശത്രുഹാനിഃ പരോ മോക്ഷഃ സ്തൂയത്തെ സാ ന കിംചനൈഃ. ഓം ഇതി കീലകസ്തോത്രം. അപ്പോൾ ത്രയാംഗങ്ങളിൽ മൂന്നാമത്തേതാണ് കീലകസ്തോത്രം എന്ന് പറയുന്നതായിട്ടുള്ള സ്തോത്രം. കീലകം എന്ന് പറഞ്ഞാൽ പൂട്ട് എന്നും ബോൾട്ട് എന്നും ഒക്കെ അർത്ഥമുണ്ട്. ആക്സിൽ ബോൾട്ട് എന്നുള്ളതിന് അക്ഷകീലം എന്നാ പറയുക. അക്ഷകീലം ഏതിന് വണ്ടികളുടെയൊക്കെ അച്ചുതണ്ടിനെ ബോൾട്ടിട്ട് മുറുക്കുന്നതിന് അക്ഷകീലം എന്നാ പറയുക. ആ അച്ചുതണ്ട് ഊരിപ്പോകാതിരിക്കാൻ അതിലിടുന്ന ബോൾട്ടിൻ്റെ പേരാണ് അക്ഷകീലം. അപ്പോൾ ആക്സിൽ ബോൾട്ട് ഇന്നത്തെ ഭാഷയിൽ ഇന്നത്തെ വണ്ടികൾക്കൊക്കെ ആക്സിൽ എന്ന് പറയും. വലിയ മോട്ടോർ വാഹനങ്ങളുടെ ആക്സിൽ അത് തന്നെയാണ്. കാളവണ്ടിക്കും കുതിരവണ്ടിക്കും ഒക്കെ ഉണ്ട് ആക്സിൽ, മെയിനായിട്ടുള്ള അച്ചുതണ്ട്. അതിലാണല്ലോ ഈ ചക്രം കടന്ന് കറങ്ങുന്നത്. അപ്പോൾ ആ ചക്രം ഊരിപ്പോകാതിരിക്കാൻ ഇടുന്ന ആ ബോൾട്ടിൻ്റെ പേരാണ് കീലം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഊരിപ്പോകാതിരിക്കാൻ ഉറപ്പിക്കുന്ന ആ ബോൾട്ട് പോലെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ ദേവീ മാഹാത്മ്യ പാരായണത്തിൻ്റെ ബലം ഊരിപ്പോകാതെ ഉറയ്ക്കാൻ, നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ട പോലെ ഉറയ്ക്കാൻ
ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലം നൽകാൻ ഉള്ളൊരു ഉറപ്പ് ആക്കുകയാണത്. അതാണ് കീലകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കീലം കരോതീതി കീലകഃ, നന്നായി ഉറപ്പിക്കുന്നത് എന്നാണ്. ഊരിപ്പോകാതെ, ലൂസാവാതെ, വേണ്ട പോലെ അതിൻ്റെ ഫലത്തെ നമുക്ക് ഘടിപ്പിക്കാനായിക്കൊണ്ട്, പ്രയോജനം കിട്ടാനായിക്കൊണ്ട് ഉറപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറയുക മന്ത്രമാണ് ഇവിടെ കീലകം എന്ന് പറയുന്നതായിട്ടുള്ള സ്തോത്രം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ദേവീ മാഹാത്മ്യത്തിൻ്റെ ആ സപ്തശതിയുടെ മാഹാത്മ്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. സപ്തശതിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അത് അതാണ് ചൊല്ലേണ്ടത് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയം. നിങ്ങൾ ദുർഗാ സപ്തശതി ചൊല്ലിയാൽ അതിൽ നിന്ന് കിട്ടുന്നത്രയും ഫലം വേറെ നിങ്ങൾക്ക് ലോകത്തിൽ ഒരു അനുഷ്ഠാനങ്ങളിൽ നിന്നും കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനെ സേവിക്കുന്നില്ല? നിങ്ങൾ ആ ദുർഗാ സപ്തശതിയെ സേവിക്കുവിൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പ്രയോഗം. അപ്പോൾ നമ്മളൊക്കെ ആ ദേവീ മാഹാത്മ്യ പാരായണം ചെയ്യുന്നതിന് നല്ല ശ്രദ്ധയെ ഉണ്ടാക്കിത്തരികയാണ്. അപ്പോൾ ആ ശ്രദ്ധ തന്നെയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഫലത്തിന് കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്. ആ കീലം എന്ന് പറഞ്ഞാൽ ആ ബോൾട്ടിട്ട് ഉറപ്പിക്കും പോലെ നമ്മുടെ ഉള്ളിൽ ദേവീ മാഹാത്മ്യത്തോടുള്ളതായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വെറുതെ ഒരു യാന്ത്രികമായി ചൊല്ലേണ്ടതല്ല. വളരെ ശ്രദ്ധയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, ദേവീ ഭക്തിയോടെ ചൊല്ലേണ്ടതാണ് ദേവീ മാഹാത്മ്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്തോത്രമാണ് ഈ കീലക സ്തോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓടിച്ചൊന്ന് നോക്കാം. ഓം നമശ്ചണ്ഡികായൈ അത കീലക സ്തോത്രം. ഇനി കീലക സ്തോത്രം എന്ന് പറയണം. അസ്യ ശ്രീ കീലക സ്തോത്ര മഹാമന്ത്രസ്യ വിശുദ്ധജ്ഞാന ഋഷി. ഈ കീലക സ്തോത്രം എന്ന മഹാമന്ത്രത്തിൻ്റെ ഋഷി വിശുദ്ധജ്ഞാനൻ എന്ന പേരുള്ള ഒരു മഹാത്മാവാണ്. വിശുദ്ധജ്ഞാന ഋഷി. അനുഷ്ടുപ് ഛന്ദ. ഈ കീലക സ്തോത്രത്തിൻ്റെ വൃത്തം 8 അക്ഷരം വീതമുള്ള 4 വരികളാണ്. 32 അക്ഷരങ്ങളുള്ള അനുഷ്ടുപ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഇതിലെ ദേവത ചണ്ഡികാദേവത തന്നെയാണ്. ചണ്ഡികാദേവതയെ തന്നെയാണ് ഈ കീലക സ്തോത്രത്തിലും പ്രതിപാദിക്കുന്നത്, പുകഴ്ത്തുന്നത്. ചണ്ഡികയാണ് ഇവിടുത്തെ ദേവത. അതിൻ്റെ ബീജവും ശക്തിയും കീലകവും പറഞ്ഞു. ക്ലാം ക്ലീം ക്ലൂം എന്ന്. ശ്രീ ചണ്ഡിക പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. ആ ചണ്ഡികാദേവിയുടെ, മഹാലക്ഷ്മിയുടെ പ്രസാദ സിദ്ധിക്കായിക്കൊണ്ട് ഇതാ ജപിക്കുന്നു, ജപവിനിയോഗം ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥനാപൂർവം ആരംഭിക്കുന്നു, സങ്കല്പപൂർവം ആരംഭിക്കുന്നു. ധ്യാനം, ഇവിടെ ധ്യാനം ദേവിയെ ഉള്ള ധ്യാനം തന്നെയാണ്. കുലദൈവതം എന്നുള്ള പേരിലാണ് ദേവിയെ ധ്യാനിക്കുന്നത്. നഹ കുലദൈവതം നൗമി. നൗമി എന്ന് പറഞ്ഞാൽ നുതി ചെയ്യുന്നു. നുതി എന്ന് പറഞ്ഞാൽ സ്തുതിക്കുകയാണ്. അപ്പം നൗമി എന്ന് പറഞ്ഞാലോ അഹം നൗമി, ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. ആരെ സ്തുതിക്കുന്നു? നഹ കുലദൈവതം. നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം കുലദൈവതം. അപ്പം ഞങ്ങളുടെ കുലദൈവതത്തെ ഞങ്ങൾ വന്ദിക്കുന്നു, സ്തുതിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലെ, ധ്യാന ശ്ലോകത്തിലെ വിഷയം. നഹ കുലദൈവതം നൗമി. ആ കുലദൈവതം അത് ദ്വിതീയാണ്. നൗമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ, അവളെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദ്വിതീയാർത്ഥമാണ്. ഇപ്പം കുലദൈവതഃ എന്ന് എടുക്കാം. അപ്പോൾ കുലദൈവതഃ എന്നുള്ളതിൻ്റെ ദ്വിതീയാണ് കുലദൈവതം. അപ്പോൾ ആ കുലദൈവതം എന്നുള്ളത് ദ്വിതീയയിലായതുകൊണ്ട് വിശേഷണങ്ങളൊക്കെ ദ്വിതീയയിൽ പ്രയോഗിച്ചു. അപ്പോൾ ദേവിയെ പല വിശേഷണങ്ങളെ കൊണ്ട് വർണ്ണിച്ചു. ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷു ചാപം പിനാകപാണേഹേ പ്രാണപ്രിയം കോണത്രയസ്ഥം നഹ കുലദൈവതം നൗമി. അപ്പോൾ 5 വിശേഷണങ്ങളും കുലദൈവതം എന്നുള്ളതായിട്ടുള്ള പേരും, 5 അഡ്ജക്റ്റീവ്സ്, ഒരു നെയിം. ആരെയാണ്? കുലദൈവതയാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുലദൈവത, ഓരോരുത്തരുടെയും കുലദൈവതയെ അവരവർക്ക് ധ്യാനിക്കാം. എല്ലാവരുടെയും കുലദൈവതകൾ ദേവിമാരായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുക, കാഞ്ചി കാമാക്ഷി ആണ് ഇവിടുത്തെ ധ്യാന മൂർത്തിയായിട്ടുള്ള കുലദേവത.
നമ്മൾ ലളിതാ പരമേശ്വരിയായി ലളിതാ സഹസ്രനാമത്തിലും സൗന്ദര്യലഹരിയിലൊക്കെ സ്തുതിക്കപ്പെടുന്നത് ആ ഭാവത്തിൽ തന്നെയാണ്. കയ്യിൽ ഇക്ഷുചാപം ധരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കരിമ്പിൻ വില്ല് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ്. അപ്പോൾ നോക്കാം ഓരോ വരികൾ. ശോണപ്രഭം എന്ന് പറഞ്ഞാൽ ശോണം എന്നാൽ രക്തമാണ്, ചുവപ്പാണ്. അപ്പോൾ ചുവപ്പ് പ്രഭയോടുകൂടി. അപ്പോൾ അരുണാം എന്ന് നമ്മൾ ധ്യാനിക്കാറുണ്ട്. സിന്ദൂരാരുണ വിഗ്രഹാം അല്ലേ, സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം. ആ സിന്ദൂരാരുണ വിഗ്രഹ തന്നെയാണ് ഇവിടെ ശോണപ്രഭം. ശോണപ്രഭയോടുകൂടിയവൾ, ചുവന്ന പ്രഭയോടുകൂടിയവൾ, അരുണവർണ്ണത്തോടുകൂടിയവൾ. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാതിപിരാവൃതാം മയൂഗൈഹി അഹമിത്യേവ വിഭാവയേ ഭവാനീം എന്നൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന അതേ അർത്ഥം തന്നെയാണ് ഇവിടെ. ആ ചുവന്ന വർണ്ണത്തോട് പ്രഭയോടുകൂടിയവളും ശോണപ്രഭം. സോമകലാവതംസം, സോമകല ചന്ദ്രകല, അത് അവതംസത്തിൽ. അവതംസം എന്നാൽ തോള് അല്ലെങ്കിൽ തല, നെറ്റി എന്നൊക്കെ അർത്ഥമാണ് അവിടെ. അപ്പോൾ ഇവിടെ നെറ്റി എന്ന അർത്ഥത്തിൽ, ശിരസിൽ എന്ന അർത്ഥത്തിൽ. അവതംസം ശിരസ്, അംസം തോളാണ്. അംസത്തിനെ താഴെയാക്കിയിരിക്കുന്നത് അവതംസം. അംസം എന്നാൽ തോളുകളെയാണ് അംസങ്ങൾ എന്ന് പറയുക. ഹംസമല്ല, അംസം. അംശുവല്ല, ഹംസുമല്ല, രണ്ടിലും ഉണ്ട്. രണ്ടിലും ഓരോ അക്ഷരങ്ങളുണ്ട്. അതാണ് അംസം. അപ്പോൾ അംസം എന്നാൽ തോളാണ്. അവതംസം എന്ന് പറഞ്ഞാൽ തോളിനെ താഴെയാക്കിയത്. എന്താണ് തോളിനെ താഴെയാക്കിയത്? തലയാണ്. തലയുടെ താഴെയാണ് തോളിരിക്കുന്നത്. അതുകൊണ്ട് തലയ്ക്ക് അവതംസം എന്ന് പേര്. അപ്പോൾ ആ അവതംസത്തിൽ, നെറ്റിയിൽ അഥവാ ശിരസിൽ ആരുണ്ട്? സോമകല ധരിച്ചിരിക്കുന്നു, ചന്ദ്രകല ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവളും പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാപം, പഞ്ചശര ഇക്ഷുചാപം, അത് പാണിയിൽ സ്ഫുരിക്കുന്നു, കയ്യിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള 5 ശരങ്ങൾ, 5 കുസുമ, എന്താ, പഞ്ചതന്മാത്ര സായക എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നില്ലേ? ആ പഞ്ചതന്മാത്രകളെ തന്നെ 5 പൂക്കളായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ 5 പൂക്കളാകുന്ന ശരങ്ങൾ കയ്യിൽ ധരിച്ചിരിക്കുന്നവളും. അതുപോലെ പഞ്ചശര ഇക്ഷുചാപം, ഇക്ഷു എന്നാൽ കരിമ്പാണ്, ഇക്ഷുചാപം കരിമ്പിൻ വില്ല്. അപ്പോൾ ഒരു കയ്യിൽ കരിമ്പിൻ വില്ലും, ഇടത് കയ്യിൽ കരിമ്പും വില്ലും, വലത് കയ്യിൽ 5 ചാപങ്ങൾ, 5 പൂക്കളുടെ രൂപത്തിലുള്ള തന്മാത്രകളെ, ആകാശാദി പഞ്ചഭൂതങ്ങളാണ് ഇവിടുത്തെ തന്മാത്രകൾ. പഞ്ചതന്മാത്ര സായക എന്ന് പറയുമ്പോൾ ദേവിയുടെ കയ്യിൽ അത് പൂക്കളുടെ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ മോഹിപ്പിക്കുന്നതാണ് ഈ തന്മാത്രകൾ. അപ്പോൾ ദേവിയുടെ മായ കൊണ്ട് നമ്മളെല്ലാം മോഹിതരാണ് ഈ തന്മാത്രകളിൽ. ദേവി നമ്മുടെ നേരെയൊക്കെ ശരം തൊടുത്തിരിക്കുകയാണ്. ആ മായയാകുന്ന ശരം കൊണ്ട് നമ്മളെയൊക്കെ ദേവി മോഹിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ്. മോഹിതരാണ് നമ്മൾ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മോഹിതരാണ്. അതിന് ആ നമ്മളെ മോഹിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് കാമദേവന്റെ കയ്യിലും 5 പുഷ്പങ്ങളാണ്. അതേപോലെ ദേവിയുടെ കയ്യിലും 5 പുഷ്പങ്ങളെ കാണിച്ചിരിക്കുന്നത് നമ്മളെ മോഹിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. പൂക്കൾ ആർക്കാ ആഗ്രഹമില്ലാതിരിക്കുക അല്ലേ? പൂക്കൾ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ്, നമ്മളെ എന്താ പറയുക, ആകർഷിക്കുന്നതാണ്. അപ്പോൾ പൂക്കളെ പോലെ ആകർഷിക്കുന്നു ഈ പഞ്ചഭൂതങ്ങൾ. അതാണ് ഇവിടുത്തെ പഞ്ചഭൂതങ്ങളെ, പഞ്ചതന്മാത്രകളെ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന തന്മാത്രകളെയാണ് ഇവിടെ 5 പുഷ്പങ്ങളായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇക്ഷുചാപം, മനോരൂപേക്ഷു കോദണ്ഡ, മനോരൂപമാകുന്ന കരിമ്പിൻ വില്ല് ധരിച്ചിരിക്കുന്നവളും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഭാവം. പിന്നെ പറഞ്ഞു പിനാകപാണേഹേ പ്രാണപ്രിയം, പ്രാണപ്രിയം നൗമി പിനാകപാണേഹേ. അപ്പോൾ പിനാകപാണി ആരാണ്? പിനാകം എന്നുള്ളത് ഭഗവാന്റെ, മഹാദേവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേരാണ് പിനാകം. പിനാകം കയ്യിൽ ധരിച്ചവൻ പിനാകി. ഭഗവാനെ പിനാകിനേ നമഃ എന്ന് അഷ്ടോത്തരത്തിലും സഹസ്രനാമത്തിലും ഒക്കെ നാമാവലിയിലുണ്ട്. പിനാകിനേ നമഃ, പിനാകിക്കായിക്കൊണ്ട് നമസ്കാരം, മഹാദേവന്റെ പേരാണ്. അപ്പോൾ പിനാകപാണേഹെ, പിനാകം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ്റെ എന്നാണ് അർത്ഥം. പിനാകപാണിഹി പ്രഥമ, അതിൻ്റെ ഷഷ്ടിയാണ് ഇവിടെ പിനാകപാണേഹെ.
പിനാകപാണിയുടെ പ്രാണപ്രിയം. അപ്പം മഹാദേവന് പ്രാണപ്രിയതമയായിരിക്കുന്നവളും ആ പാർവതീദേവിയെ, ആ ത്രിപുര സുന്ദരിയെ, ആ ലളിതാ പരമേശ്വരിയെ കോണത്രയസ്ഥം എന്നും പറഞ്ഞു. കോണത്രയം എന്ന് പറഞ്ഞാൽ ത്രികോണം, കോണത്രയം. ആ ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ബിന്ദു രൂപത്തിലിരിക്കുന്നവൾ. എവിടെ? ആ ശ്രീചക്രം എന്നുള്ളതായിട്ട് ചക്രത്തിലെ ഏറ്റവും മധ്യത്തിലുള്ള ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ബിന്ദു രൂപത്തിലിരിക്കുന്നവൾ, കോണത്രയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ത്രികോണസ്ഥ, ത്രികോണാന്തര മധ്യസ്ഥ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ നാമമില്ലേ? ആ ത്രികോണത്തിൻ്റെ മുമ്പിൽ നടുവിലിരിക്കുന്നവൾ കോണത്രയസ്ഥം. അങ്ങനെയുള്ള നഹ കുലദൈവതം നൗമി, ഞങ്ങളുടെ കുലദേവതയെ. ഈ ഭാരതത്തിൻ്റെ മൊത്തം കുലദേവതയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം കുലദേവതയാണ് ദേവി എന്ന് പറയാം. ലോകമേ ഒരു കുലം, ലോകമേ തറവാട്, അല്ലേ? വസുധൈവ കുടുംബകം. മാതാമേ പാർവതീ ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അപ്പം ഈ ഭുവനത്രയങ്ങളാകുന്ന കുലത്തിന് ഏകമാതാവാണ് ജനനി ജഗദംബ പാർവതീ ദേവി. അപ്പോൾ കുലദൈവതമായിരിക്കുന്ന എല്ലാവരുടെയും കുലത്തിൻ്റെ രക്ഷകയായിരിക്കുന്ന ആ ദേവിയെ ഞാൻ നൗമി, ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചതാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ധ്യാന ശ്ലോകമാണ്, വളരെ പ്രശസ്തമാണ്. നമ്മുടെ നൊച്ചൂർജിയുടെ ധ്യാന ശ്ലോകങ്ങളിൽ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥനകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ശ്രദ്ധിച്ച് കാണും നിങ്ങൾ. നൊച്ചൂർ വെങ്കിട്ടരാമൻജിയുടെ ഏത് പ്രഭാഷണം ആരംഭിക്കുമ്പോഴും അദ്ദേഹം ആദ്യത്തിൽ ചൊല്ലുമ്പോൾ ഈ ഒരു ധ്യാന ശ്ലോകം ചൊല്ലും. നമ്മുടെ കാഞ്ചി പെരിയവാൾ ചൊല്ലും. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കാഞ്ചി കാമകോടി അല്ലെങ്കിൽ കാഞ്ചി കാമാക്ഷി, ആ ദേവിയെ തന്നെയാണ് ഈ ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ദേവിയുടെ വിഭൂതികൾ തന്നെയാണ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള, നമ്മുടെയൊക്കെ ദേശത്തുള്ള ദേവിമാരായിരിക്കുന്നത്, പരദേവതമാരായിരിക്കുന്നത്. ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷു ചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രയസ്ഥം കുലദൈവതം നഃ. ഋഷിരുവാച. ഇവിടെ ഋഷി വിശുദ്ധജ്ഞാന ഋഷിയാവാം, മാർക്കണ്ഡേയ ഋഷിയാവാം. ആ ഋഷി പറയുന്നു, വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദി ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തി നിമിത്തായ നമസ്സോമാർദ്ദധാരിണീ. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ മഹാദേവനെ വന്ദിക്കുകയാണ്. വിശുദ്ധജ്ഞാനദേഹായ, ഋഷിയുടെ പേരും വിശുദ്ധജ്ഞാന ഋഷി. ഇവിടെ സ്തുതിക്കുന്നത് മഹാദേവനെ. നമസ്സോമാർദ്ദധാരിണീ എന്നുണ്ട്. അർദ്ധസോമനെ, അർദ്ധചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നവനായ ആ വിശുദ്ധജ്ഞാനദേഹനായ ശുദ്ധമായ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ആ മഹാദേവനായിക്കൊണ്ട് നമഃ, നമസ്കാരം. ത്രിവേദി ദിവ്യചക്ഷുഷേ, ത്രിവേദങ്ങളെയും അറിയുന്ന ദിവ്യചക്ഷുസ്സോടുകൂടിയവനായിക്കൊണ്ട് ശ്രേയഃപ്രാപ്തി നിമിത്തായ, നമ്മൾക്ക് ശ്രേയസ്സിനെ പ്രാപിക്കുവാൻ നിമിത്തഭൂതനായിരിക്കുന്ന ആ ചന്ദ്രക്കലയെ അവനായിക്കൊണ്ട് നമസ്കാരം എന്ന്. ഇതിനിപ്പോൾ ആ ഋഷിയെ നമസ്കരിക്കുന്നതും ആവാം, വിശുദ്ധജ്ഞാനൻ എന്ന ഋഷിയെ. കാരണം ആ ഋഷി മഹാദേവൻ്റെ തന്നെ അംശഭൂതനാവാം. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാദേവനുമായിട്ട് താതാത്മ്യം പ്രാപിപ്പിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ ശങ്കരാചാര്യരെ മഹാദേവനായിട്ടല്ലേ കാണുന്നത്. ശങ്കരം ശങ്കരാചാര്യം, കേശവം ബാദരായണം, വ്യാസനെ വിഷ്ണുവായി കാണുന്നു. അതുപോലെ വിശുദ്ധജ്ഞാന ഋഷി മഹാദേവനുമായിട്ട് താതാത്മ്യമുള്ള ആള് എന്നുള്ള അർത്ഥത്തിലും ആവാം. വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദി ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തി നിമിത്തായ നമസ്സോമാർദ്ദധാരിണി. സർവമേതദ്വിജാനീയാത് മന്ത്രാണാമപി കീലകം സോഭിക്ഷേമമവാപ്നോതി സതതം ജപതൽപരഃ. എല്ലാ മന്ത്രങ്ങളുടെയും സർവം ഏതദ്വിജാനീയാത്, ഇതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. മന്ത്രാണാം അഭികീലകം, എല്ലാ മന്ത്രങ്ങളുടെയും അഭികീലകമായിട്ടുള്ള മന്ത്രമാണ് ഏത്? ഇവിടെ ദുർഗാ സപ്തശതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ദേവീ മാഹാത്മ്യം, ഈ ദേവീ മാഹാത്മ്യമാണ് വാസ്തവത്തിൽ മന്ത്രങ്ങളിലൊക്കെ വെച്ച് രാജാവായിട്ടുള്ള മന്ത്രം എന്ന് പറയുന്നത്. എല്ലാ ബലത്തെയും നൽകുന്നതാണ് അഭികീലകം
എന്ന് പറയുമ്പോൾ എല്ലാ ബലസിദ്ധിയെയും നൽകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ അറിയണം, എല്ലാ ബലസിദ്ധിയെയും നൽകുന്ന മന്ത്രമാണ് ദേവി മാഹാത്മ്യം അഥവാ ദുർഗാ സപ്തശതി. സതതം ജപതൽപരഃ സഹ, ആരാണോ ഇതിൽ ജപതൽപരനായിരിക്കുന്നത് അവൻ ക്ഷേമത്തെ പ്രാപിക്കുന്നു. ക്ഷേമം അവാപ്നോതി, ക്ഷേമത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ആരാണോ എപ്പോഴും ഈ ദേവി മാഹാത്മ്യം ചൊല്ലുന്നത് അവർ ക്ഷേമത്തെ പ്രാപിക്കുന്നു. സിദ്ധ്യന്തി ഉച്ചാടനാദീനി വസ്തൂനി സകലാന്യപി ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. അപ്പോൾ ഈ സ്തോത്രമാത്രേണ ഈ സപ്തശതി എന്നുള്ള ദുർഗാ സപ്തശതി ചൊല്ലുന്നത് കൊണ്ട് തന്നെ അവന് സകലാനി വസ്തൂനി സിദ്ധ്യന്തി ഉച്ചാടനാദീനി സിദ്ധ്യന്തി. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിലും മറ്റുമൊക്കെ വന്നു ചേർന്നിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ബാധകൾ, ആ ബാധകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പേരാണ് ഉച്ചാടനം എന്ന് പറയുക. ദൂരേക്ക് ആട്ടിക്കളയുക എന്നുള്ള അർത്ഥം. ഉച്ചാടനം, ചാടുക എന്ന് പറഞ്ഞാൽ തന്നെ എടുത്തെറിയുക എന്നർത്ഥമുണ്ട്. കണ്ണൂരുകാരോട് ചോദിച്ചാൽ മതി. കണ്ണൂർ ഭാഷയിൽ ചാടുക എന്ന് പറഞ്ഞാൽ എടുത്തെറിയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഉച്ചാടനം എന്ന് പറഞ്ഞാലോ എടുത്തെറിയുന്നതാണ്. എന്തിനെ? നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ബാധകളെയൊക്കെ, ആ ബാധകളെയൊക്കെ എറിയുന്നതും ആട്ടിക്കളയുന്നതുമാണ്. അത് സാധിക്കും, എല്ലാ ബാധകളെയും ഒഴിപ്പിക്കും, നമ്മുടെ പാപവാസനകളെയൊക്കെ ശമിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ളതാണ് എന്ന് പറയുക. സകല വസ്തുക്കളെയും സിദ്ധിപ്പിക്കുന്നതാണ്. ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ഈ ഒരു ഏതേന സ്തോത്രമാത്രേണ ദേവി സിദ്ധ്യതി, ദേവി തന്നെ അയാൾക്ക് സിദ്ധിക്കും, ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കും എന്നർത്ഥം. ഈ ദേവി സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നവർക്ക് ദേവിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കും. ന മന്ത്രോ നൗഷധം തത്ര ന കിഞ്ചിദഭിവിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാധികം. മറ്റൊരു മന്ത്രം ഇതിന് തുല്യമായിട്ട് എല്ലാം നൽകുന്നതായിട്ടില്ല എന്ന് പറയണം. മന്ത്രമോ ഔഷധമോ തത്ര ന കിഞ്ചിദഭിവിദ്യതേ, ഇതുപോലെ സർവം ഉച്ചാടനാധികം, ഈ പറഞ്ഞ ഉച്ചാടനാദികളെല്ലാം തന്നെ ലഭിക്കാൻ ഈ ദേവീ സ്തോത്രം പോലെ, ഈ സപ്തശതി മന്ത്രം പോലെ യോഗ്യമായിട്ടുള്ളത് വേറൊന്നും ഇല്ല എന്ന് താല്പര്യം. സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകസംഗാമിമാം ഹരഃ കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിദം ശുഭം. അപ്പോൾ ഈ മന്ത്രജപം കൊണ്ട് സമഗ്രാണ്യപി സിദ്ധ്യന്തി, എല്ലാം അഗ്രത്തോടെ പൂർണ്ണതയോടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പരിപൂർണമായിട്ട് സിദ്ധിക്കുന്നു. അപ്പോൾ ഈ ദേവീ മാഹാത്മ്യം എല്ലാ ശുഭങ്ങളും നമുക്ക് നൽകണം എന്ന് കരുതി മഹാദേവൻ എന്ത് ചെയ്തു? ലോകശങ്കാം കൃത്വ ഇമാം ലോകശങ്കാം കൃത്വ, ഇതിനെക്കുറിച്ച് ലോകത്തിന് യാതൊരു കുറവുണ്ടാവരുത് എന്ന് കരുതിയിട്ട്, എല്ലാ ശുഭകരമായി തീരണം എന്ന് കരുതിയിട്ട് ഈ മഹാദേവൻ ഈ സ്തോത്രത്തെ, ഈ ദേവീ മാഹാത്മ്യം എന്ന സ്തോത്രത്തെ, സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസഹ, ചണ്ഡികയുടെ ഈ ദുർഗാ സപ്തശതി എന്ന ചണ്ഡി സ്തോത്രത്തെ ഗുഹ്യമാക്കി ചെയ്തു. ഗുഹ്യമാക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന് പറഞ്ഞാലും, ഇവിടെ എന്താ രഹസ്യം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടതായിട്ട് എന്നർത്ഥം. എന്തുകൊണ്ട് രക്ഷിക്കപ്പെടേണ്ടതായിട്ട്? വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ രക്ഷിക്കപ്പെടേണ്ടതായിട്ട്, അറ്റ്മോസ്റ്റ് കെയറോടെ എന്നർത്ഥം. അപ്പോൾ ഈ ദേവീ മാഹാത്മ്യം വളരെ കെയറോടുകൂടെ രക്ഷിക്കപ്പെടണം, ശ്രദ്ധയോടുകൂടെ. അതിനുവേണ്ടി മഹാദേവൻ തന്നെ നിശ്ചയിച്ചിട്ടാണ് ഇതിനു മുമ്പുള്ള പല അംഗങ്ങളെയും പിന്നാലെയുള്ള അംഗങ്ങളെയൊക്കെ മഹാദേവൻ തന്നെ ഇതിനെ പാക്ക് ചെയ്ത് വെച്ചത് എന്നർത്ഥം, സുരക്ഷിതമാക്കിയത്. മനസ്സിലാവുണ്ടോ? മഹാദേവനാണ് തൻ്റെ തന്ത്രങ്ങളിലൂടെ, വാരാഹി തന്ത്രം മുതലായിട്ടുള്ള തന്ത്രങ്ങളിലാണ് ഈ ദേവീ മാഹാത്മ്യത്തെക്കുറിച്ച്, അതിനെ വിധികളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ വാരാഹി തന്ത്രത്തിൻ്റെയൊക്കെ എന്താ പറയുക, ഉപദേഷ്ടാവ്, തന്ത്രത്തിൻ്റെ നിർമ്മാതാവ് മഹാദേവനായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ മഹാദേവൻ തന്നെ വ്യവസ്ഥകൾ ചെയ്തു വെച്ചു എന്ന്. ഈ ദേവീ മാഹാത്മ്യം ചൊല്ലുന്നതിന് ഇന്ന മാതിരിയൊക്കെ നിങ്ങൾ വിധികൾ പാലിക്കണം, കെയർ ചെയ്യണം. ഇത് ഹാൻഡിൽ വിത്ത് കെയർ. വളരെ ശക്തിയുള്ള മന്ത്രമാണ്, വളരെ ഫലം നൽകുന്ന മന്ത്രമാണ്. ഇത് കാഷ്വലായിട്ട് തോന്നിയവാസം ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ.
നമുക്ക് ഈ ഞാൻ തന്നിട്ടുള്ള പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ വാരാഹി തന്ത്രത്തിലെ ചില ശ്ലോകങ്ങൾ ഞാനെടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ആ ചൊല്ലാനുള്ള വിധിയെക്കുറിച്ച് ദേവീ മാഹാത്മ്യ പാരായണ വിധി എന്ന് പറഞ്ഞിട്ട് 174 പേജിൽ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വാരാഹി തന്ത്രം എന്ന് പറഞ്ഞിട്ട് അതിന്ന് കോട്ട് ചെയ്തിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ മഹാദേവൻ പറയപ്പെട്ടതായിട്ടാണ് പറയുന്നത്. എന്താണ്? നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരീം തതോ ജപ്ത്വാ രാത്രി സൂക്തം ദുർഗാ സപ്തശതീം പഠേത്. ആ വരാഹി തന്ത്രത്തിൽ മഹാദേവൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരീം. നവാംഗമോ ത്രയാംഗമോ ചൊല്ലിയിട്ട് നവാക്ഷരിയെയും ജപിച്ചിട്ട് തതോ ജപ്ത്വാ, അനന്തരം നവാക്ഷരി മന്ത്രത്തെയും ചൊല്ലിയിട്ട് രാത്രി സൂക്തം അതും ജപ്ത്വാ, രാത്രി സൂക്തത്തെയും ചൊല്ലിയിട്ട് ദുർഗാ സപ്തശതീം പഠേത്. ദുർഗാ സപ്തശതിയെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ദുർഗാ സപ്തശതി പഠിക്കുന്നതിന് മുമ്പ് നവാംഗം വാ ത്രയാംഗം വാ, ഈ വാ എന്നുള്ളത് ഓർ എന്നുള്ള അർത്ഥത്തിൽ അഥവാ എന്നാണ്. നവാംഗപൂർവകമായോ ത്രയാംഗപൂർവകമായോ ജപിച്ച് നവാക്ഷരി മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ എന്നുള്ള ആ മന്ത്രത്തെയും വേണ്ട പോലെ ജപിച്ച് രാത്രി സൂക്തവും, രാത്രി സൂക്തം നമ്മൾ ഈ കീലകം കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് രാത്രി സൂക്തമാണ്. ബ്രഹ്മദേവൻ കാളരാത്രിയെ സ്തുതിച്ച പ്രഥമചരിതത്തിലുള്ള സൂക്തം. ആ സൂക്തത്തെയും ജപിച്ച് ദുർഗാ സപ്തശതീം പഠേത്. ആ ദുർഗാ സപ്തശതിയെ പഠിക്കേണ്ടതാണ്. പിന്നെ അതിൽ ഞാൻ ഇടയിലുള്ളതൊക്കെ വിട്ടിട്ടുണ്ട്, മുഴുവൻ എടുത്ത് കോട്ട് ചെയ്തിട്ടില്ല. പിന്നെ പറയുന്നു പ്രാന്തേതു പഠനീയം വൈ ദേവീ സൂക്തം ഇതി ക്രമഃ. പ്രാന്തേ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ എന്നർത്ഥമാണ്. അന്തം, പ്രാന്തം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ അന്തം, ഏറ്റവും അവസാനത്തിൽ. പഠനീയം വൈ ദേവീ സൂക്തം ഇതി ക്രമഃ. ദേവീ സൂക്തത്തെ പഠിക്കേണ്ടതാണ്. ഏതാ ദേവീ സൂക്തം? 5-ാം അധ്യായത്തിലെ നമോ ദേവ്യൈ മഹാദേവ്യൈ എന്ന് ആരംഭിക്കുന്ന ആ സൂക്തം മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്തത്. അതാണ് ദേവീ മാഹാത്മ്യ പാരായണത്തിന്റെ അവസാനം ചെയ്യേണ്ടത്. അപ്പോൾ പ്രാന്തേതു പഠനീയം വൈ ദേവീ സൂക്തം ഇതി ക്രമഃ. അവസാനത്തിൽ ദേവീ സൂക്തവും പഠിക്കേണ്ടതാണ് എന്ന് ക്രമം. അപ്പോൾ ആ ഒരു മര്യാദയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെ പാരായണം ചെയ്യണം? ഒറ്റ തവണയായിട്ട് വായിക്കാൻ പറ്റില്ലെങ്കിൽ അതും ഈ വാരാഹി തന്ത്രത്തിലാണ് പറഞ്ഞത്. ഏകാവൃത്തൗ അശക്തസ്യ കങ്കാളീതി ത്രിഭിർദിനൈഹി തദശക്ത പടേദേവം പാടോയം വിപ്രകാരതഃ. ഇതൊക്കെ എന്താ പറയുക, കടപയാതി എണ്ണക്രമത്തിലുള്ളതായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഏകാവൃത്യം, ഒറ്റ പ്രാവശ്യം കൊണ്ട് ഒറ്റ ആവൃത്തിയായിട്ട് അശക്തസ്യ ചൊല്ലാൻ കഴിയാത്തവന് കങ്കാളി ഇതി ത്രിഭിർദിനൈഹി 3 ദിവസങ്ങളെ കൊണ്ട്. അതിന് ഒരു സംഖ്യ ഇത് പറഞ്ഞതാണ് കങ്കാളി എന്നുള്ളത്. കം എന്നുള്ളത് 1 എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഗ എന്നുള്ളത് 3 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു. ളി എന്നത് ള എന്നുള്ളത് 9 സൂചിപ്പിക്കുന്നു. 1, 3, 9 എന്ന് പറയാനാണ് കങ്കാളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായി? 1 എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ചരിതം ഒരധ്യായം. ഗ എന്നുള്ളത് 3-ാമത്തെ അക്ഷരമാണ് അല്ലേ? ക ക ഗ. കടപയാതി സിസ്റ്റത്തിൽ കായിലാണ് നമ്പർ 1 ആരംഭിക്കുക. ക കഴിഞ്ഞ് ഖ 2 ഗ 3. അപ്പോൾ 3ന്റെ കങ്കാളി 3 സൂചിപ്പിക്കുക. അപ്പോൾ 3 അധ്യായം ഏതാണ്? മഹിഷാസുര ചരിതം, മഹിഷാസുരവധം എന്ന ചരിതം, മധ്യമചരിതം. അത് മധ്യമചരിതം 3 അധ്യായം. അത് 2-ാം ദിവസം. പിന്നെ ലകാരം കൊണ്ട് യാ രാ ല വ ള എന്നുള്ളതായിട്ടുള്ള ആ ക്രമത്തിൽ വരുമ്പോൾ അത് 9-ാമത്തെ ഫിഗറോ മറ്റോ വരും അതിന്. അപ്പോൾ കങ്കാളീതി ത്രിഭിർദിനൈഹി, ആ 9 എന്നുള്ള അക്ഷരത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ. ത്രിഭിർദിനൈഹി 3 ദിവസങ്ങളെ കൊണ്ട് പഠിച്ചു തീർക്കേണ്ടതാണ്. അപ്പോൾ 3 ദിവസം, അതൊരു എക്സംഷൻ തന്നിരിക്കുകയാണ്. അതല്ലെങ്കിലോ തദശക്ത, അതും ചൊല്ലാൻ പ്രയാസമാണെങ്കിൽ, 3 ദിവസം കൊണ്ട് തീർക്കാൻ പ്രയാസമാണെങ്കിൽ പഠേത് ഏവം, ഇങ്ങനെ പഠിക്കാം. എങ്ങനെ പഠിക്കാം? പാഠോയം വിപ്രകാരതഃ എന്ന് പറയുന്നുണ്ട്.
പാഠോയം വിപ്രകാരത. അപ്പോൾ അത് എന്താ പറയുക, മറ്റേ ക്രമമാണ്. ഒന്നാം ദിവസം ഒരധ്യായം, അത് പാ എന്നുള്ള അക്ഷരം ഒന്നാമത്തെ അക്ഷരമാണ് അല്ലേ. പാപ്പ ബമ്പമ്മയിൽ അത് കടപയാദിയിൽ നമ്പർ 1 ആണ്. അത് കഴിഞ്ഞ് ഠ എന്നുള്ളത് ഠായാണ് പാഠത്തിൽ. അപ്പോൾ രണ്ട് അധ്യായങ്ങൾ. പിന്നെ യാ എന്നുള്ളത് ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. യാ രാ ലാ വാ ല യാ. അപ്പോൾ 1 2 1. ഇനി വി എന്നുള്ളത് വകാരം യാ രാ ലാ വാ നാലാമത്തേതാണ്. അപ്പോൾ 4നെ സൂചിപ്പിക്കാൻ അപ്പോൾ 4 അധ്യായം ചൊല്ലണം. അത് 4-ാം ദിവസം 4 അധ്യായം, 5-ാം ദിവസം വീണ്ടും 2 അധ്യായം. അതാണ് വിപ്രകാരത എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 5-ാം ദിവസം 2 അധ്യായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ക എന്നുള്ളത് 1നെ സൂചിപ്പിക്കുന്നു, ര എന്നുള്ളത് 2നെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സംഖ്യകൾ ക്രമം. അപ്പോൾ 1 2 1 4 2 1 2. അപ്പോൾ എത്രയായി? 7 ദിവസം. 7 ദിവസം കൊണ്ട് പാഠം തീർക്കുന്നതിനെയാണ് പാഠോയം വിപ്രകാരത എന്നുള്ള അക്ഷരങ്ങളെ കൊണ്ട്. അത് കടപയാതി സിസ്റ്റം. നമ്മുടെ വിജയരാഘവൻ മാഷ് അവിടെ നോക്കിയിരിപ്പുണ്ട്. നമ്മുടെ എന്താ പറയുക, മാത്തമാറ്റിക്സ്, വേദിക് മാത്തമാറ്റിക്സിൻ്റെ ആശാനാണ്. ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാൻ അതിൽ എക്സ്പേർട്ടല്ല, എങ്കിലും എനിക്ക് സൂചിപ്പിച്ചു, ഇതങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ 2 സമ്പ്രദായം. ഒറ്റ ദിവസം കൊണ്ട് പാരായണം ചെയ്യാൻ പറ്റാത്തവർക്ക് 3 ദിവസം കൊണ്ടാകാം, അല്ലെങ്കിൽ അത് 3 ചരിതങ്ങളായിട്ട്, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഇന്ന ക്രമത്തിൽ. ഒന്നാം ദിവസം 1 അധ്യായം, 2-ാം ദിവസം 2 അധ്യായം, 3-ാം ദിവസം 1 അധ്യായം. അപ്പോൾ എങ്ങനെ വരും? 1-ാം ദിവസം പ്രഥമചരിതം മാത്രം, 2-ാം ദിവസം മധ്യമചരിതത്തിലെ മഹിഷാസുര സൈന്യവധവും മഹിഷാസുരവധവും, പിന്നത്തെ ദിവസം ആ സ്തുതി, ശക്രാധികൃത ദേവീ സ്തുതി 4-ാം അധ്യായം മാത്രം, വലിയ അധ്യായമാണ്. അപ്പോൾ 3-ാം ദിവസം ആ എന്താ പറയുക, ദേവിയെ സ്തുതിക്കുന്ന ശക്രാധികൃത ദേവീ സ്തുതി. അത് കഴിഞ്ഞ് 4-ാം ദിവസം 4 അധ്യായം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ എന്താ പറയുക, ഉത്തമചരിതത്തിലെ 5 6 7 8 അധ്യായങ്ങൾ 4 എണ്ണം ഒന്നിച്ച്. അത് കഴിഞ്ഞ് 5-ാം ദിവസം 9 10 നിശുംഭവധവും ശുംഭവധവും. പിന്നെ 6-ാം ദിവസം നാരായണീ സ്തുതി 11-ാം അധ്യായം, അത് മാത്രം. പിന്നെ അടുത്ത ദിവസം 7-ാം ദിവസം 2 അധ്യായങ്ങൾ, 12-ഉം 13-ഉം അധ്യായങ്ങൾ, ആ ദേവീ ചരിത മാഹാത്മ്യവും സുരത വൈശ്യയോർ വരപ്രധാനം എന്നുള്ള 2 അധ്യായങ്ങൾ അവസാന ദിവസവും. അപ്പം ഇങ്ങനെ ഒരു ക്രമം. ഇതാണ് 7 ദിവസം കൊണ്ടുള്ളതായിട്ടുള്ള ക്രമം. 1 2 1 4 2 1 2. ഈ ക്രമത്തിൽ 7 ദിവസം കൊണ്ട് ഇങ്ങനെ ചൊല്ലുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പറയുക ഇങ്ങനെയൊക്കെ. ഇതൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നതാണ് വാരാഹി തന്ത്രം. അപ്പം ഇത് ആരാ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ വെച്ചത് ദേവീ മാഹാത്മ്യത്തിൻ്റെ ആ ദിവ്യതയെ, പവിത്രതയെ സംരക്ഷിക്കുവാനായിക്കൊണ്ട്, അതിൻ്റെ ശക്തി ചോർന്നു പോകാതിരിക്കാൻ, അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും പൂർണ്ണമായി കിട്ടാൻ വേണ്ടി മഹാദേവൻ തന്നെ തന്ത്രങ്ങളിലൂടെ നിശ്ചയിച്ചു വച്ചു എന്നിവിടെ പറയണം. അതാണ് സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകശങ്കാമിമാം ഹരഹ കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിദം ശുഭം സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസഹ. അതിനെ ഗുഹ്യമാക്കി ചെയ്തു. ഗുഹ്യമാക്കുക എന്നുള്ള കവർ ചെയ്തു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊക്കെ അർത്ഥമാണ്. അല്ലാതെ ഒളിച്ചു വെച്ചു എന്നർത്ഥമില്ല. ഗുഹ്യശബ്ദത്തിന് ഗൂഹനം ചെയ്യുക. ഗൂഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, കവർ ചെയ്യുക എന്നൊക്കെ അർത്ഥം തന്നെയാണ്. എങ്ങനെ? കവചാദികളെ കൊണ്ട് മറച്ചു എന്നർത്ഥം. ഇപ്പം നമ്മൾ അല്ലേ, സ്കൂൾ പഠിക്കുന്ന കാലത്ത് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? അത് വേഗം കേട് വന്നു പോകാതിരിക്കാൻ ബൈൻഡ് ചെയ്യും, ചട്ടയിടും, പലതരത്തിൽ കവർ ചെയ്യും, അതിനെ സുരക്ഷിതമാക്കും. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നല്ലോണം സംരക്ഷിക്കണം. അല്ലെങ്കിൽ അവസാനം പരീക്ഷ ആകുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല, പപ്പടക്കെട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ മഹിമയെ കളയാതിരിക്കാൻ, അത് ചോർന്നു പോകാതിരിക്കാൻ ഇങ്ങനെ മഹാദേവൻ രക്ഷിച്ചു എന്ന് പറയണവിടെ.
സമാപ്തിർന ച പുണ്യസ്യ താം യഥാവൻ നിയന്ത്രണാം. അപ്പോൾ താം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്തോത്രത്തെ വേണ്ട രീതിയിൽ യഥാവത് നിയന്ത്രണം, വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ, ആ കെയറോടുകൂടി ഉപയോഗിച്ചാൽ അതിൻ്റെ പുണ്യത്തിന് സമാപ്തിയേ ഇല്ല, അനന്തമായ പുണ്യമാണ് ലഭിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇഫ് യു ഹാൻഡിൽ ദിസ് ദുർഗാ സപ്തശതി വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, യു വിൽ ബി ബെനിഫിറ്റഡ് ഇമ്മൻസ്ലി എന്നർത്ഥം, ഇൻഫിനിറ്റ്ലി എന്നൊക്കെ അർത്ഥം. അളവില്ലാത്ത, ഈ ക്രമത്തിലല്ലാതെ വായിച്ചാൽ ദോഷമുണ്ടോ? അത് താന്തോനിത്തം എന്ന് പറയും അല്ലേ? ആചാര്യന്മാരെ ഓരോന്ന് പറയുമ്പോൾ പിന്നെ വിപരീതം ചോദിച്ചാൽ പിന്നെ അതിന് പേര് താന്തോനിത്തം എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ പാരായണം ചെയ്യുന്നതിന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുകയല്ലേ വേണ്ടത്, അതല്ലേ കുരുത്തം. അല്ലാതെ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമൊന്നും വരില്ല, ലാഭം ഉണ്ടാവില്ല എന്നർത്ഥം. ലാഭം ഉണ്ടാവില്ല. ലാഭം വേണമെങ്കിലോ, ഉദ്ദേശിച്ച ഫലസിദ്ധി വേണമെങ്കിലോ പറഞ്ഞത് കേൾക്കുക. ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് അവനവൻ്റെ ആ ഒരു തോന്നിയവാസം എന്നുള്ളതായിട്ടുള്ള ചിന്തയെ വെടിയുക, വിനയാന്വിതരാകുക, ആ പരമ്പരയോട് വിധേയത്വമുണ്ടാവുക, ഗുരു പരമ്പരയെ വണങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നല്ലോണം ഉണ്ടാവും. അത് നമ്മൾ ശീലിക്കണം. അങ്ങനെ ചെയ്താൽ എങ്ങനെയാ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ എന്ന് പിന്നെയും പിന്നെയും ചോദിച്ചാൽ ദാറ്റ് ഈസ് അപ് ടു യു. യു ആർ ഫ്രീ, നോബഡി വിൽ സ്റ്റോപ്പ് യു. ആരും വന്ന് നിങ്ങളെ തടയൊന്നുമില്ല, പിടിക്കുകയൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ അഹങ്കാരത്തിൻ്റെ, സ്വന്തം താന്തോന്നിത്വത്തിൻ്റെ ആ ഒരു പ്രകടനം അവിടെ ഉണ്ടാവും. നമ്മൾ എവിടെയും നമുക്ക് താന്തോന്നിത്വം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, വിനയാന്വിതരാവാൻ പഠിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിച്ച് പഠിക്കണം, സമ്പ്രദായങ്ങളെ ബഹുമാനിച്ച് ശീലിക്കണം. അപ്പം മാത്രമേ നമുക്ക് ആ പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്ക് ലഭിക്കുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും ഉണ്ടാകാവുന്ന സംശയമാണ്. നമ്മുടെ ഒരാളിവിടെ ചോദിച്ചു, അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ നമ്മൾ സമ്പ്രദായത്തിൽ വെള്ളം ചേർക്കേണ്ട കാര്യം ഇല്ല. നിങ്ങളെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ചൊല്ലിക്കോളണമെന്നും ആരും കഴുത്തിനൊന്നും പിടിച്ചിട്ടില്ല. പിടിച്ചോ? ആരും പിടിച്ചിട്ടില്ല. ഇത്രയും കാലം ചൊല്ലാതിരുന്നിട്ടില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ലാഭം വേണോ? ശരിയായ ലാഭം വേണോ? ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കണോ? ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് വേണോ? അപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കൂടി വേണം. അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞതിനെ അനുസരിക്കണം. പിന്നെ അങ്ങനെ ആയാൽ എന്താ, ഇങ്ങനെ ആയാൽ എന്താ എന്നുള്ള ചോദ്യം അത് അസ്ഥാനത്താണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സമയമില്ലാത്തവരാണെന്ന് വിചാരിച്ചാൽ ആ സ്തുതി മാത്രം ചെയ്യുക. ഏത് സ്തുതി? നാരായണീ സ്തുതിയോ അല്ലെങ്കിൽ ദേവീ സൂക്തമോ. തീരെ സമയമില്ല എന്നാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിലോ ഒന്നിച്ചു ചൊല്ലാം, 3 ദിവസമായിട്ട് ചൊല്ലാം, 7 ദിവസമായിട്ട് ചൊല്ലാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് വേണ്ടി ഡൈല്യൂട്ട് ചെയ്ത് തന്നിരിക്കുന്നു. നമ്മൾക്ക് ഒന്നിച്ച് ഒറ്റയിരുപ്പിൽ 3 മണിക്കൂർ ഇരുന്ന് ചൊല്ലാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്നാൽ 3 ദിവസമായിട്ട് ചൊല്ലൂ, അത്രയും പറ്റില്ലെങ്കിൽ 7 ദിവസമായിട്ട് ചൊല്ലൂ എന്ന് പറഞ്ഞ് ഇത്രയും നമുക്ക് സൗകര്യം ചെയ്ത് തന്നിരിക്കുമ്പോൾ, ഇത്രയും ഡൈല്യൂട്ട് ചെയ്ത് തന്നിരിക്കുമ്പോൾ പിന്നെയും അതിൽ നമ്മുടെ വകയായിട്ട് വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോംപ്രമൈസാണ്, എക്സംഷൻസാണ്. അപ്പോൾ അതിൽ പിന്നെയും കോംപ്രമൈസ് ചെയ്യാൻ നോക്കണ്ട, നമ്മൾ അനുസരിക്കുക. ആ അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഫലമുണ്ടല്ലോ, അത് അപാരമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ ആ ഒരു ശങ്ക ഇനി ആർക്കും ഉണ്ടാവേണ്ട. ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ല ചൊല്ലാൻ. വേണ്ടവർ ചൊല്ലിയാൽ മതി. ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെങ്കിൽ സമ്പ്രദായം പറയുന്നത് പോലെ ചെയ്യുക. അതല്ലെങ്കിലോ വെറും ദേവീ മാഹാത്മ്യം മാത്രം ഒറ്റയടിക്ക് 13 അധ്യായവും ചൊല്ലുന്നവരുണ്ട്, ചൊല്ലിക്കോളൂ, വിരോധമില്ല. ഇനി കവചം മാത്രം ചൊല്ലി ദേവീ മാഹാത്മ്യം മാത്രം ചൊല്ലുന്നവരുണ്ട്, വിരോധമില്ല.
അത്രയും ഫലം കുറയുന്നേ ഉള്ളൂ. അധികസ്യ അധികം ഫലം. ആ പറഞ്ഞതുപോലെ അനുഷ്ഠിച്ചാൽ, ആചാര്യന്മാർ, പൂർവികന്മാർ, ഋഷീശ്വരന്മാർ പറഞ്ഞതുപോലെ അനുഷ്ഠിച്ചാൽ പൂർണ്ണഫലം, അല്ലെങ്കിൽ കുറഞ്ഞ ഫലം, അത്രയേ ഉള്ളൂ. പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ദേവി നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല ഇതിൻ്റെ പേരിൽ. നിങ്ങൾ ചൊല്ലിയത് തന്നെ വലിയ കാര്യം. അപ്പോൾ പിന്നെ ഉപദ്രവിക്കുമോ? അതൊന്നുമില്ല. എന്തോ ചെയ്യട്ടെ, പക്ഷെ അവൾക്ക് കുരുത്തുമില്ല കേട്ടോ എന്ന് പറയും. ദേവി തന്നെ പറയും. ആചാര്യന്മാർ ഇത്രയൊക്കെ വിധികൾ വെച്ചിട്ട് അത് പ്രകാരം ചെയ്യാതെ കുരുത്തുമില്ലാതെ എന്തൊക്കെയോ കാണിക്കണോ, ചെയ്തു പോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ കരുണാമൂർത്തിയാണ്, അമ്മ ഉപദ്രവിക്കുകയൊന്നുമില്ല ആരെയും. അത് പേടിക്കുകയൊന്നും വേണ്ട. എങ്ങനെ വേണമെങ്കിലാവാം. അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം ചില കുട്ടികളുടെ ഡി അമ്മയെന്ന് വിളിക്കുന്നവരുണ്ട് അല്ലേ? എടി അമ്മേ എന്ന് വിളിക്കുന്നവരും ഉണ്ട്. ആ അമ്മയെന്ന് വിളിക്കുക. അപ്പം സ്നേഹത്തോടു കൂടി അങ്ങനെയും വിളിക്കാം. അമ്മ എടിയെന്ന് വിളിച്ചതിന് തല്ലുമൊന്നുമില്ല. ചില അമ്മമാർ അത് സന്തോഷമായിട്ട് സ്വീകരിക്കും. നാരായണ. സോപി ക്ഷേമമവാപ്നോതി സർവമേവ ന സംശയഃ. അപ്പോൾ സർവം ക്ഷേമം അവാപ്നോതി, എല്ലാ ക്ഷേമത്തെയും പ്രാപിക്കും. ന സംശയഃ സഹ, അവൻ പ്രാപിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇനി പ്രത്യേക ദിവസങ്ങൾ ഈ ദേവി മഹാത്മ്യ പാരായണത്തിന് പറയണു. കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിതഃ ദദാതി പ്രതിഗൃഹാതി നാന്യദൈഷ പ്രസീദതി ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം. അപ്പോൾ കൃഷ്ണായാം വാ ചതുർദശ്യം, കൃഷ്ണ എന്ന് പറയുമ്പോൾ അമാവാസി എന്നും അർത്ഥമുണ്ട്, കൃഷ്ണപക്ഷം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ കറുത്ത പക്ഷത്തിലെ ചതുർദശിയിലോ അഷ്ടമിയിലോ വളരെ വിനയത്തോടെ, സമാഹിത എന്ന് പറയുന്നു, അടക്ക ഒതുക്കത്തോടെ, വിനയത്തോടെ, അമാവാസി ദിവസം, ചതുർദശി ദിവസം, അഷ്ടമി ദിവസം ആരാണോ ഈ ദേവീ മാഹാത്മ്യത്തെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്, പ്രതിഗൃഹാദി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നത്, ഇനി ഗ്രന്ഥത്തെ കൊടുക്കലും ഗ്രന്ഥം സ്വീകരിക്കലും ഒക്കെയുമാവാം. അത് പ്രതീകമാണ്. ഗ്രന്ഥം കൊടുക്കലും ഗ്രന്ഥം സ്വീകരിക്കലും. ആ ഗ്രന്ഥത്തിലെ വിഷയത്തെ ഉപദേശിക്കലാണ് ഇവിടുത്തെ ദദാതി എന്നുള്ളത് കൊണ്ട് ശരിയായ അർത്ഥം. പ്രതിഗൃഹാദി എന്ന് പറഞ്ഞാൽ ഉപദേശം സ്വീകരിക്കുക. ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്താൽ ദേവി പ്രസാദിക്കും. അന്യത, ഇങ്ങനെ അല്ലെങ്കിൽ, ഈ വിധികളെല്ലാം പാലിച്ചില്ലെങ്കിൽ നാന്യത യേഷാ പ്രസീദതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞു, പ്രസാദം കുറയും. അന്യത ന യേഷാ പ്രസീദതി, മറുപ്രകാരത്തിലായാൽ ദേവി പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞു. ദേവി പ്രസാദിക്കണമെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞതൊക്കെ കേൾക്കണം. അപ്പോൾ ദേവിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ദേവി മാഹാത്മ്യം ചൊല്ലി അതിൻ്റെ ഫലം എനിക്ക് തരൂ എന്ന് പറയുമ്പോൾ ദേവി പറയും, ആദ്യം ഗുരുക്കന്മാരെ അനുസരിച്ചിട്ട് വരൂ എന്ന് പറയും. മനസ്സിലാവുണ്ടോ? ആദ്യം ഗുരുക്കന്മാരെ അനുസരിച്ചിട്ട് വരൂ, എന്നിട്ട് ഫലമൊക്കെ തരാം. മനസ്സിലാവുണ്ടോ? ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ല, നാന്യദൈഷ പ്രസീദതി, നാന്യത യേഷാ പ്രസീദതി, അന്യത യേഷാ ന പ്രസീദതി എന്നർത്ഥം. വേറെ പ്രകാരത്തിൽ ദേവി പ്രസാദിക്കില്ല. ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം, ഇങ്ങനെയുള്ള ഈ കീലം കൊണ്ട് മഹാദേവനാണ് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്, മഹാദേവനാണ് ബോൾട്ടിട്ട് വെച്ചിരിക്കുന്നത്, രക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ കവച അർഗളാദി സ്തോത്രങ്ങളെ കൊണ്ട് ഇതിനെ കവർ ചെയ്തിരിക്കുന്നത്. യോ നിഷ്കീലാം വിധായൈനാം നിത്യം ജപതി സംസ്ഫുടം സ്വസിദ്ധ സഗണസോപി ഗന്ധർവോ ജായദേവനേ. അപ്പോൾ ആരാണോ ഈ വേണ്ട വിധിപ്രകാരം ഇതിനെ വേണ്ട പോലെ ചൊല്ലുന്നത്, നിത്യം ജപിക്കുന്നത്, അവൻ സിദ്ധനാവട്ടെ, ഗണങ്ങളോടുകൂടിയവനാ ഗന്ധർവനാവട്ടെ, അവൻ ഭൂമിയിൽ ജാതനാകുന്നു. ന ചൈവാപ്യടതസ്തസ്യ ഭയം ക്വാപീഹ ജായതേ നാപമൃത്യുവശം യാതി മൃതോ മോക്ഷമവാപ്നുയാത്. ഇതൊക്കെ അതിൻ്റെ
ഫലം പറയാണ്. എന്താ പറയുക, എവിടെയെങ്കിലും വനത്തിലും മറ്റുമൊക്കെ അലഞ്ഞു തിരിയുന്നവന് ഒരിക്കലും ഭയമുണ്ടാവുകയില്ല, അവന് അപമൃത്യുവശമായിട്ടുള്ള മരണമുണ്ടാവുന്നില്ല, മരിച്ചാലും മോക്ഷത്തെ പ്രാപിക്കും. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീത ഹ്യകുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇതം പ്രാരഭ്യതേ ബുധൈഹി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവോടുകൂടിയിട്ട് ഇത് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാത്തവർക്ക് ഗുണമുണ്ടാവില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇതം പ്രാരഭ്യതേ ബുധൈഹി. ഇത് വേണ്ടതുപോലെ അറിഞ്ഞിട്ടാണ് ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ആരംഭിക്കുക. സൗഭാഗ്യാദിച യത്കിഞ്ചിത് ദൃശ്യതേ ലലനാജനി തത്സർവം തത്പ്രസാദേന തേന ജാപ്യമിതം ശുഭം. സ്ത്രീകളിൽ സൗഭാഗ്യാദി എന്തെല്ലാം നന്മകൾ കാണപ്പെടുന്നുവോ അതെല്ലാം ദേവിയുടെ പ്രസാദം കൊണ്ട് ലഭിക്കുന്നു. അതുകൊണ്ട് ഇത് ജപിക്കേണ്ടതാണ്. ദേവീ മഹാത്മ്യം ജപിക്കുമ്പോൾ അതിൻ്റെ വിധിപ്രകാരം ജപിക്കേണ്ടതാണ് എന്ന് താല്പര്യം. ശനൈസ്തു ജപ്യമാനേസ്മിൻ സ്തോത്രേ സമ്പത്തിരുച്ചകൈഹി ഭവത്യേവ സമഗ്രാപി തതഃ പ്രാരഭ്യമേവ തത്. അപ്പോൾ ഈ മന്ത്രങ്ങളെ ശനൈഹി ജപ്യമാനേ അസ്മിൻ സ്തോത്രേ, പതുക്കെ ജപിക്കുകയാണെങ്കിൽ ഉച്ചകൈഹി സമ്പത്തി, നല്ല ഉയർന്നതായിട്ടുള്ള ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള രീതിയിൽ പതുക്കെ ചൊല്ലണം എന്നർത്ഥം. ഓടിച്ചൊല്ലാൻ, വളരെ ശീഘ്രത്തിൽ ചൊല്ലാൻ പാടില്ല എന്ന് താല്പര്യം. ഭവത്യേവ സമഗ്രാപി തതഃ പ്രാരഭ്യമേവ തത്. അപ്പോൾ എല്ലാം അവന് ഭവിക്കുന്നു. സമഗ്രായേവ ഭവതി. അതുകൊണ്ട് ഈ വേണ്ട രീതിയിൽ അതിനെ ആരംഭിക്കേണ്ടതാണ്. ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യാരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ സ്തുയതേ സാനകിം ജനൈഹി. അപ്പോൾ ആ ദേവീ പ്രസാദം കൊണ്ട് ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തുകളും ശത്രുഹാനിയും പരമമായ മോക്ഷവും ഉണ്ടാവുന്നു. ആരാണോ ജനങ്ങളാൽ ഏത് ജനങ്ങളാലാണോ ദേവിയെ സ്തുതിക്കപ്പെടുന്നത് ആ ജനങ്ങൾക്ക് ഇതെല്ലാം വന്നു ചേരുന്നു എന്ന് ദേവീ മാഹാത്മ്യത്തിൻ്റെ മഹിമയെയും ഈ വിധിയുടെ എന്താ പറയുക അനുസരണത്തെക്കുറിച്ചിട്ടുള്ള ഒരു ജാഗ്രതപ്പെടുത്തലും ഇതാണ് ഈ കീലക സ്തോത്രം. അപ്പോൾ ഇത് അർത്ഥപൂർണ്ണം അറിഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ശ്രദ്ധ വർദ്ധിക്കും. ദേവീ മാഹാത്മ്യ പാരായണത്തിൽ ജാഗ്രത കൂടുതലുണ്ടാവും. അതിൻ്റെ വിധികളെ നമ്മൾ അനുസരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഈ വിധികളെ അനുസരിച്ച് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ കീലകം പറഞ്ഞത്. അപ്പോൾ കീലകം പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ മഹിമയെ ഉറപ്പിക്കാനും അതിൻ്റെ അംഗങ്ങളെക്കുറിച്ചിട്ടുള്ള ശ്രദ്ധയെ ഉറപ്പിക്കാനും അതാണ് അവിടുത്തെ കീലം ചെയ്യുന്നത്. ആ ഉറപ്പിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്നത് കീലക സ്തോത്രം എന്നർത്ഥം. അല്ലാതെ അതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു മന്ത്രം പറയപ്പെട്ടില്ല. ദേവീ മാഹാത്മ്യത്തിൻ്റെ മഹിമ പറഞ്ഞു, അതിൻ്റെ പൂർവാംഗങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വിധികളെ അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ശ്രദ്ധയെ ബോൾട്ടിട്ടു. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജാഗ്രത അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഉപദേശിച്ചു എന്നർത്ഥം. വളരെ ചെറിയൊരു 14 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു സ്തോത്രമാണ് കീലക സ്തോത്രം. അപ്പോൾ അത് ചൊല്ലി പഠിക്കുക. ഇനി അടുത്തതായിട്ട് താന്ത്രികം രാത്രി സൂക്തം എന്നുള്ള ഭാഗമാണ്. അത് പ്രഥമ ചരിതത്തിലെ ബ്രഹ്മദേവൻ ചെയ്ത സ്തുതിയാണ്. കാളരാത്രിയെ സ്തുതിച്ച സ്തുതിയാണ്. അത് നമുക്ക് നാളെ കാണാം. നാളെ ബുധനാഴ്ച അല്ലേ? എനിക്ക് ശനിയാഴ്ച അവധി വേണ്ടതുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയും ഒരു പ്രോഗ്രാം ഓൺലൈൻ, വേറൊരു പ്രോഗ്രാം 7 മണിക്കുണ്ട് ബാംഗ്ലൂർ ഒരു ടീമുമായിട്ട്, ബാംഗ്ലൂരല്ല ബോംബെ ടീമുമായിട്ട്. അപ്പോൾ ഞാൻ അവധി 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കണു. നാളെയും മറ്റന്നാളെയും വർക്കിംഗ് ആണ്. നാളെയും മറ്റന്നാളെയും ക്ലാസ് ഉണ്ട്. വെള്ളിയും ശനിയും നമുക്ക് ബ്രേക്ക് ആക്കാം. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേട്ടോ? നാളെയും മറ്റന്നാളെയും ക്ലാസ് ഉണ്ട്. വെള്ളിയും ശനിയും
ഉണ്ടാവില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പ്രോഗ്രാമുണ്ട്, ശനിയാഴ്ചയും ഒരു പ്രോഗ്രാമുണ്ട്. ശനിയാഴ്ച ഇവിടെ പാലക്കാട് തന്നെ ഒരു മീറ്റിംഗാണ്. നമ്മുടെ പരേതനായ കൃഷ്ണകുമാർജിയുടെ ഒരു അനുസ്മരണം, അതിൽ നമ്മൾ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞിട്ട് വിശ്വഹിന്ദു പരിഷത്തും സന്യാസിമാരും ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗാണ്. വൈകിട്ട് 5 മണിക്കാണ്, അത് ശനിയാഴ്ച. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരത്തെ പോകണ്ടേ, 4:30 പോകണ്ടേ. അപ്പോൾ ശനിയാഴ്ച ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ബോംബെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഒരു നാരായണീയ പ്രഭാഷണം വേണം വൈകുന്നേരം. അപ്പോൾ അതിനും എനിക്ക് എനർജി വേണം, വേണ്ടേ, ശക്തി വേണം. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരത്തെ ഒഴിവാക്കാം. അപ്പം നാളെയും മറ്റന്നാളും ക്ലാസ് ഒഴിവാക്കുന്നില്ല, വെള്ളിയും ശനിയും ഒഴിവാക്കും. തയ്യാറെടുത്ത് വന്നോളൂ. ഹരി ഓം. ക്ഷമാപ്രാർത്ഥന ചൊല്ലണം. ഓം അപരാധസഹസ്രാണി ക്രിയന്തേ അഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധസദം കൃത്വാ ജഗദംബേതി ചോച്ഛരേത് യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയഃ സുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തദാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യ ഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ വീണ്ടും കാണാം. നാളെ വൈകുന്നേരവും ക്ലാസ് ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. ഹരി ഓം. നാരായണ.